രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുകയാണല്ലോ. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നേരുന്നു. ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് 79ാം ആഘോഷത്തിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. മറ്റ് രാജ്യങ്ങളിലെല്ലാം ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന തരത്തിലുള്ള, അതുപോലെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള തരത്തിലുള്ള സംവിധാനങ്ങൾ പല രാജ്യങ്ങളിലില്ല എന്ന് മനസ്സിലാക്കണം. പല രാജ്യങ്ങളിലും മന്ത്രിമാർക്കെതിരെ, അധികാരികൾക്കെതിരെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി അല്ലെങ്കിൽ സമരം ചെയ്തു കഴിഞ്ഞാൽ ജയിലിലാവാനും സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. മന്ത്രിമാർക്കെതിരെ പ്രതികരിക്കാം, അധികാരികൾക്കെതിരെ പ്രതികരിക്കാം. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി. ഇനി അധികാരികൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ കോടതിയിൽ പോയി അതിനെ നീതി നടപ്പിലാക്കി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലൊരു സംവിധാനം വേറെ രാജ്യത്ത് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് രാജ്യം അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജനാധിപത്യത്തിൽ നിന്നുള്ള നേരെയുള്ള വെല്ലുവിളി. പലർക്കും ഇതിൻ്റെ വസ്തുത മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. പലരും വോട്ടിംഗ് പവറുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ പോകാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഇതിനുള്ള അവസ്ഥകളോ ഒന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ജനാധിപത്യം വേണ്ട വിധത്തിൽ വിനിയോഗിക്കേണ്ടത് ഓരോ പൗരന്മാരുടെയും കർത്തവ്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന ഒരു വിവാദമാണല്ലോ വോട്ടർ പട്ടിക വിവാദം. പലരും അതിന് അനധികൃതമായി ചേർത്തിരിക്കുന്നു, പലരെയും പേരുവെട്ടിയിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലാ ഭരണാധികാരി കരട് വോട്ടർ പട്ടിക ഒരു 6 മാസം മുന്നേ തന്നെ പ്രസിദ്ധീകരിക്കും. അതിൽ പേര് വെട്ടാനുള്ള പേര് വെട്ടുകയും ചെയ്യാം, ചേർക്കാനുള്ളവരുടെ പേര് ചേർക്കുകയും ചെയ്യാം. ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ആക്ഷേപം ഉന്നയിക്കാം. ആ സമയത്തൊന്നും ആക്ഷേപം ഉന്നയിക്കുകയോ പേര് ചേർക്കുകയോ വെട്ടിത്തിരുത്തുകയോ ചെയ്യാതെ ഇരുന്നാൽ പിന്നെ തെരഞ്ഞെടുപ്പിന് കുറച്ചതിന് മുമ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അത് പരിശോധിച്ചാലും മനസ്സിലാവും ആളുകൾ, സ്ഥലത്തില്ലാത്ത ആളുകൾ, അതുപോലെ ആ ഭാഗത്ത് താമസമില്ലാത്ത ആളുകൾ, പൗരന്മാരല്ലാത്ത ആളുകളാണെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഈ വോട്ടർ പട്ടികയെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലാണ് കിട്ടുന്നത്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് പരിശോധിക്കും ആരൊക്കെ ചേർക്കാനുണ്ട്, ആരൊക്കെ ഈ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട്. ഇതൊക്കെ ആക്ഷേപം ഉന്നയിക്കാൻ ആ സമയത്ത് സാധിക്കും. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ബൂത്തിന് കുറച്ച് മുമ്പ് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ചെറു ബൂത്തുകൾ പണിത് വയ്ക്കാറുണ്ട്. അപ്പോൾ അവിടെയും പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ വോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഭരണാധികാരിയുടെ അടുത്ത് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭരണാധികാരി പേര് വിളിച്ച് പറയും. അപ്പോൾ ഈ ബൂത്ത് ഏജൻറ്റുമാർ അത് ടിക്ക് മാർക്ക് ചെയ്യുകയും അതിലില്ലാത്ത ഈ ഭാഗത്ത് ആ വാർഡിലില്ലാത്ത ആളാണോ, ആ ബൂത്തിൽ പേരില്ലാത്ത ആളാണോ, ബൂത്തിന് പുറത്തുള്ള എല്ലാം മനസ്സിലാക്കാനായിട്ട് ആൾക്ക് സാധിക്കും. ആ സമയത്തൊന്നും ആക്ഷേപം ഉന്നയിക്കാതെ ഒരു വേറെ പ്രത്യേക സാഹചര്യത്തിൽ ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക്കില്ലാത്തൊരു സംഭവം പോലെയായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇത്രയും കാലങ്ങളായി. ആ സമയത്താണ് ഇത് ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ വളരെ വിഷമകരം തോന്നുന്നു.
ഇത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അതിന് മുന്നേ ഉള്ള അവസരങ്ങളുണ്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാലും കഴിഞ്ഞു കഴിഞ്ഞാലും പ്രതീക്ഷിക്കാമായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ചെയ്യാതെ ഏതാണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും കടമയാണ്. ഇത് പൗരന്മാർക്ക് അത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പൗരന്മാരുടെ കയ്യിൽ ഈ വോട്ടർ പട്ടിക കിട്ടുന്നില്ല. ഇതെല്ലാം കിട്ടുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഈ പട്ടിക കിട്ടിയിട്ട് അതിൽ അനധികൃതമായിട്ടുള്ള ആളുകൾ കടന്നുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക.